സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനും കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും ചികിത്സയിലാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 7 പേരാണ് ചികിത്സയിലുള്ളത്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രതീഷ്, ഇങ്ങനെ ഓരോ സ്ഥിരീകരണം വരുമ്പോഴും മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു തടയിടാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇപ്പോൾ 7 പേർ ചികിത്സയിൽ എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിലായ ഒരു മരണം കൂടി ഇതിനകത്ത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഈ 2 കേസുകളുടെ സാഹചര്യം എന്താണ്? സംഗീത, തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. 2 കുട്ടികൾക്കാണ് ബാധിച്ചിട്ടുള്ളത്. 6 വയസ്സുകാരനായ കാസർഗോഡ് സ്വദേശിയായ കുട്ടിക്കും അതേപോലെ തന്നെ 3.5 വയസ്സുകാരനായ കണ്ണൂർ സ്വദേശിയായ കുട്ടിക്കുമാണ് ഇപ്പോൾ മസ്തിഷ്ക ജ്വരം ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപ്പോൾ നിലവിൽ 7 പേരാണ് ഈ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. നമുക്കറിയാം, ഈ കുട്ടികൾക്കും പ്രായാധിക്യമുള്ള ആളുകൾക്കുമാണ് ആശങ്കയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകളും ജാഗ്രതയും ഒക്കെ ആരോഗ്യവകുപ്പ് പുലർത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ഉറവിടം ഏത് തരത്തിലാണ് ഇത് രോഗബാധ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതായത് കെട്ടിക്കിടക്കുന്ന ജലത്തിൽ നിന്നാണ് ഇത് പകരുന്നതെന്ന് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഈ ടാങ്കുകളിലും പൈപ്പ് വെള്ളത്തിൽ നിന്നും ഉൾപ്പെടെ ഇത് ഉപയോഗിച്ച ആളുകൾക്കും ഈ രോഗം കണ്ടെത്തുന്നതോടെയാണ് വലിയ ആശങ്കയിലേക്ക് വന്നത്. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ, പ്രായം ചെന്ന ആളുകൾ ഒക്കെ ബാധിക്കപ്പെടുന്നു. അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഇത് ബാധിക്കപ്പെടുന്നു. അവർ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ജാഗ്രതയോടുള്ള സമീപനം, ക്ലോറിനേഷൻ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഈ ഉണ്ടാകുന്ന ഈ സ്ഥിരീകരണങ്ങൾ വലിയ ആശങ്കയുണ്ട്. എന്നാലും 95% രോഗമുക്തി നേടുന്നു എന്ന ആശ്വാസം ഉള്ള സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും രോഗസ്ഥിരീകരണം വരുന്നത് എന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. സംഗീത. ശരി, കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.